എൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് തരുന്ന ഒരു ഒന്നോ രണ്ടോ മൂന്നോ പണികളിൽ ഒന്നാണ് ഈ വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് നിവർത്തിയിടാന്ന് പറയണത്. അതന്നെ എനിക്ക് എന്തോ വലിയൊരു പണി പോലെയാണ് തോന്നാറുള്ളത് കേട്ടോ. പക്ഷേ അതൊരു പണിയേ അല്ലല്ലോ. നമ്മുടെ കെട്ടുവിൻ്റെ വീട്ടിൽ അത് നമുക്കൊരു പണിയേ അല്ല. പക്ഷേ എൻ്റെ വീട്ടിൽ വന്നാൽ അതെനിക്കൊരു വലിയ പണിയാണ്. അപ്പോൾ അതൊക്കെ വലിച്ച് വാരി ദേ മേലേക്ക് പോവാണ് കേട്ടോ. മേലയിൽ അച്ഛൻ്റെ കൃഷിത്തോട്ടത്തിലത്തെ കുറേ കൃഷിയുടെ ബാക്കി ഇരിക്കുന്നുണ്ട്. അതായത് പച്ചപ്പയറും അതേപോലെ തന്നെ എന്താ പറയുക വെള്ളരി അതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാത്തിൻ്റെയും ഒരു കാലാവധി കഴിയാറായി. ഒരുപാട് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആശാൻ അത് ഔദ്യോഗികമായിട്ട് കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അയൽവക്കക്കാർക്കൊക്കെ അച്ഛൻ്റെ അടുത്തു നിന്നാണ് പച്ചക്കറി എല്ലാവരും വാങ്ങിക്കുക. ഈ ഒരു ഇതിൽ നിന്നൊക്കെ നല്ലോണം പച്ചപ്പയറുണ്ടായിട്ടോ. ഇപ്പോൾ വാടിയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ കുറച്ചിങ്ങനെ ആസ്വദിച്ച് ഞാനിങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറുന്നത് പണ്ടും എനിക്ക് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടോ, പച്ചപ്പയർ ആളിതൊരു വയസ്സനായി തുടങ്ങിയിട്ടുണ്ട് കടഭാഗം. എന്നാലും കുഴപ്പമില്ല, അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചാന്തു ചോളം മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അത് പുഴുങ്ങി കൊടുക്കുക ചേച്ചി എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കാണെങ്കിൽ അറിയില്ല ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അവൾക്കും അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഇഡ്ലി ചെമ്പിലിട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അതിൽ ഉപ്പും പിന്നെ കുറച്ച് മുളകും നാരങ്ങനീരൊക്കെ പിഴിഞ്ഞ് അത് ഇഡ്ലി ചെമ്പിലിട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ പകുതി ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണങ്ങി കഴിച്ച പോലെയായിരുന്നു. ഇപ്പം ഇങ്ങനെ മൂത്ത ഇത് കിട്ടൽ കുറവാണ്. കിളുന്ത ചോള കിട്ടാറ് കേട്ടോ. ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായില്ല. എന്തായാലും ചോള ആവുന്ന വരയ്ക്കും നമുക്ക് ചായ കുടിക്കാമെന്ന് വെച്ചു. ഒരു 15-20 മിനിറ്റൊക്കെ വെന്തിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കിളുന്താവാൻ കാരണം നമ്മളന്ന് മൂന്നാർ പോയപ്പോൾ അവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ മൂത്ത് അങ്ങനെ കടിക്കുന്ന ചോളം ഉണ്ടല്ലോ അതൊക്കെ അമൃതം പൊടി ഉണ്ടാക്കാൻ പോവാണ് മക്കളെ, ഇപ്പം നമുക്ക് കിട്ടും ഇങ്ങനത്തെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അച്ഛൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പാറുട്ടന് ഇഷ്ടമായില്ല, പക്ഷേ എൻ്റെ കാശിക്കൂട്ടം കഴിച്ചിട്ടോ. നമ്മളിതിൽ ഉപ്പൊന്നും ഇട്ടില്ല. എന്നോട് ചാന്ത് പറഞ്ഞു അതൊന്നും ഇടണ്ട ചേച്ചി, ഇങ്ങനെ കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ കൊടുക്കുകയാണ്. പാറുട്ടനൊട്ടും ഇഷ്ടമായില്ല. ഇത് നമ്മുടെ ഇരട്ടി മധുരമാണ്. അതിന് ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അത് ഉണക്കാൻ കൊണ്ട് വെച്ചിരിക്കുക. നമ്മുടെ കിസാൻ കണ്ണൻ ദേഹം ഇവിടെ തൂക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ അച്ഛൻ്റെ വിളവെടുപ്പാണ് ഈ കാണുന്നതൊക്കെ. ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണിയാണ്. ഇന്നുണ്ടാക്കിയ ബിരിയാണി അല്ല, ഇന്നലെ ചാന്തുൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും മേമയും കൂടെ ബിരിയാണി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ബിരിയാണി ഇന്ന് ആവിയായിട്ട് ഞങ്ങൾ കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ ക്രിസ്മസ് കരോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ക്രിസ്മസ് അടിപൊളിയായിരിക്കട്ടെ. ഈ ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ ഈ ഒരു വർഷത്തെ ഓർമ്മകളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.